വയനാട്ടിലെ മാനന്തവാടി ചിറക്കര ഗ്രാമം ഇപ്പോൾ ഒരു ഭീതിയുടെ മുൾമുനയിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനവാസ മേഖലയിലേക്ക് കാട്ടാന തുടർച്ചയായി ഇറങ്ങുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയും അവരുടെ സാധാരണ ജീവിതം താറുമാറാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാട്ടാനയുടെ സാന്നിധ്യം കാർഷിക വിളകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതിനോടൊപ്പം ആളുകളുടെ ജീവിതവും സ്വത്തിനും ഗുരുതരമായ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ചിറക്കരയിലെ ആളുകൾക്ക് ഇപ്പോൾ രാത്രികാലങ്ങളിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണ്. എപ്പോൾ വേണമെങ്കിലും ആന കടന്നു വരാം എന്ന ചിന്തയിൽ പലർക്കും സമാധാനമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം പ്രദേശത്തെ തേയില ഫാക്ടറിയുടെ അടുത്തേക്കാണ് കാട്ടാന എത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം അവിടെ തന്നെ തങ്ങി നിന്ന ആന പ്രദേശവാസികളെ ഏറെ നേരം മുൾമുനയിൽ നിർത്തി. ഇരുട്ടും ആനയുടെ സാന്നിധ്യവും നാട്ടുകാരിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. പിന്നീട് രാത്രി 9 മണിയോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ച് ആനയെ കാടുകളിലേക്ക് തുരത്തുകയായിരുന്നു. ഈ കാട്ടാനയുടെ നിരന്തര സാന്നിധ്യം കാരണം പ്രദേശത്തെ കർഷകർ വലിയ നഷ്ടത്തിലാണ്. വീടുകളോട് ചേർന്നുള്ള പ്ലാവ്, മാവ്, തെങ്ങ്, കപ്പ, കാപ്പി തുടങ്ങിയ എല്ലാത്തരം കൃഷികളും ആന വ്യാപകമായി നശിപ്പിക്കുകയാണ്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വിളകൾക്ക് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കുന്നത് കർഷകരെ മാനസികമായും സാമ്പത്തികമായും തളർത്തുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കാരണം എന്തു ചെയ്യണമെന്ന് അറിയാതെ ഭീതിയിലാണ് നാട്ടുകാർ. ചിറക്കരയിലെ കാട്ടാന ശല്യം വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണം വനാതിർത്തിയിലുള്ള വൈദ്യുതി വേലികൾ തകർന്നതാണ്. ഈ വേലികൾ തകർത്താണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ കാടുകളിലേക്ക് തുരത്തിയാൽ പോലും നിമിഷങ്ങൾക്കകം ആന വീണ്ടും അതേ വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ജനവാസ മേഖലയിലേക്ക് തിരിച്ചു എത്തുന്നു എന്നതാണ് പതിവ് കാഴ്ച. ഇത് നാട്ടുകാരുടെ ക്ഷമ നശിപ്പിച്ചിരിക്കുകയാണ്. തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഈ ആനയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നും വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ പ്രശ്നം കണ്ടെത്തുക മാത്രമല്ല, അതിന് പരിഹാരം കാണുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിലവിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പ്രധാന പരാതി. കാട്ടാന ശല്യം തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും ഒരു ശാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ വലിയൊരു ആരോപണമായി നിലനിൽക്കുകയാണ്. നാട്ടുകാരുടെ രോഷവും അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങിയ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയില്ലാത്ത അവസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് ചിറക്കര നിവാസികളുടെ തീരുമാനം. കാട്ടാനയെ ശാശ്വതമായി തുരത്താനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് അവർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ വനംവകുപ്പ് അടിയന്തരമായി ശ്രദ്ധ ചെലുത്തി ചിറക്കരയിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്തപക്ഷം ഈ കാട്ടാന ശല്യം ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കാമെന്നും ആശങ്ക ചെലുത്തുന്നുണ്ട്.